എന്റെ പൊന്നു വെച്ചാൽ എനിക്ക് തലയ്ക്ക് സുഖമില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞാണ് നീ മേലെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. എന്താടോ രാവിലെ നല്ല കലിപ്പിലാണല്ലോ? ആ അങ്ങനൊന്നുമില്ല മാഷേ. മാഷ് എങ്ങോട്ടാ? തന്നെ കാണാൻ. എന്നെയോ? എന്താ മാഷേ കാര്യം? പറയാടോ, നമുക്കൊന്ന് നടന്നാലോ? കുറച്ചു നാളായി തന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. താനെന്താ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്തേ? തനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് തോന്നി ഇതാവും മാഷ് ചോദിക്കായിരുന്നു. ഇത് പ്രായത്തിന്റെ പ്രശ്നമൊന്നും അല്ല മാഷെ. ഒരിക്കൽ ഒരാളെ മാത്രം സ്നേഹിച്ചു, അവൾക്ക് വേണ്ടി ജീവിച്ചു. ഒടുവിൽ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച പോലെ എന്നെ തനിച്ചാക്കി അവൾ പോയി. ആ നിമിഷം മുതൽ ഇന്നേ വരെ മറ്റൊരാളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വരാനിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിൽ പരാജയപ്പെട്ടു എന്ന് വെച്ച് നിന്നെ മനോഹരമായി സ്നേഹിക്കുന്ന മറ്റൊരാൾ വന്നുകൂടെ ഇല്ലല്ലോ. എനിക്കറിയാം നിന്നെ ഇപ്പോൾ ഫോൺ ചെയ്യാറുള്ള ഒരു പെൺകുട്ടി. അതാരാണെന്ന് നിനക്കറിയില്ല. പക്ഷെ നിന്നെ നിരന്തരം വിളിച്ച് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവളെ എനിക്ക് നന്നായി അറിയാം. അത് മറ്റാരുമല്ല, എന്റെ മോൾ ശോഭ. ദിനേശ, നിന്നെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. എന്റെ മോൾക്കും. അവൾ ഇതുവരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിന്നെ ഇഷ്ടമാണെന്ന്, നിന്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാം നിനക്കത് ഉൾക്കൊള്ളാൻ സമയമെടുക്കുമെന്ന്. ഒരിക്കലും നീ ഇത് നിന്റെ രണ്ടാം വിവാഹമായി കരുതരുത്. നിന്റെ ജീവൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നന്നായിട്ട് ആലോചിക്കുക. നല്ലൊരു തീരുമാനം എടുക്കുക. അത് മറ്റാരുമല്ല, എന്റെ മോൾ ശോഭ. നീ ഒന്ന് നിന്നേ. ഇതിപ്പോ എന്താ പുതിയ ശീലം? ഇന്നലെ നീ എവിടെയായിരുന്നു? നിന്നോടാ ചോദിച്ചത്. എനിക്കിത് സമാധാനം വേണം. ഇവിടെ ഇരുന്ന് അത് കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് എൻ്റെ കാര്യം നോക്കി നടക്കുന്നു. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ഉപദേശിക്കാനോ ആരും വരണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേ. ഞാനാണോ നിന്റെ സമാധാനം കളയുന്നത്? മനസ്സിലായി അല്ലേ? ശോഭ, ആദ്യം തന്നെ ഐ എം റിയലി സോറി ദിനേശ് ചേട്ടനെ ശല്യപ്പെടുത്തിയതിന്. അയ്യോ പോവല്ലേ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.
തോന്നുന്നു. ഷോഫേ, കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടിരുന്നു. ഇതൊന്നും ശരിയാവില്ല. തന്നെ പോലുള്ള കുട്ടിക്ക് ഞാൻ ചേരില്ല. ഇതൊക്കെ ഒരു തരം. ചേട്ടൻ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? നമുക്കിവിടെ നിന്ന് മാറി നിന്നാലോ? ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതൊന്നുമല്ല എനിക്ക് ചേട്ടനോടുള്ള ഇഷ്ടം. 3-4 കൊല്ലം മുന്നേ, അതായത് ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് ചേട്ടനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നെന്തോ അതിന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ധൈര്യം സംഭരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് വൈകി. അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. പിന്നീട് ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന ട്രാജഡിയൊക്കെ അറിഞ്ഞപ്പോൾ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒരുപാട് ചിന്തിച്ചു. പിന്നീട് എപ്പോഴോ നമ്പറൊക്കെ ഒപ്പിച്ച് ഞാനാണെന്ന് അറിയിക്കാതെ വിളിക്കുവാൻ തുടങ്ങി. ചേട്ടൻ എന്നെ വഴക്ക് പറയുമ്പോഴൊക്കെ ഞാനത് എൻജോയ് ചെയ്യുമായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛനും ഒന്നും പറഞ്ഞില്ല. ഷോഫേ, താൻ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനിയൊരു വിവാഹം അതെനിക്ക് പറ്റില്ല. ഞാൻ കാത്തിരിക്കാം ചേട്ടൻ്റെ മനസ്സ് മാറുന്നതുവരെ. ഈശ്വരനോട് ഞാനിപ്പോൾ അത് മാത്രമേ പറയാറുള്ളൂ. എന്നിട്ടും ചേട്ടൻ്റെ മനസ്സ് മാറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം. എനിക്ക് ചേട്ടനോട് ഒരു ഇൻഫാറ്റേഷൻ ഒന്നും അല്ല കേട്ടോ, ശരിക്കും ഇഷ്ടം. മോനെ ദിനേശ, എടാ കഥകൊന്ന് തുറന്നേ. ഉപദേശിക്കാനോ ശല്യപ്പെടുത്താനോ അല്ല, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഒന്ന് വരുമോ? വരുന്ന വഴിക്ക് നമ്മുടെ ഗംഗാധര മാഷിനെ കണ്ടിരുന്നു. ശോഭയുടെ കാര്യം അയാൾ എന്നോട് പറഞ്ഞു. ആ കാര്യത്തിൽ നീ ഒരു തീരുമാനം പറയാത്തത് കൊണ്ട് അയാൾക്ക് എന്തോ ഒരു വിഷമം പോലെ. നിന്റെ സ്നേഹം വേണ്ടാന്ന് വെച്ച് പോയ ഒരുത്തിയെ ആലോചിച്ചു. എന്തിനാ മോനെ നിന്റെ ജീവിതം ഹോമിക്കുന്നത്? ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. എന്തിനാടാ നീ അതിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത്? ജീവനായി കണ്ടവൻ നെഞ്ചു കീറി മുറിച്ചിട്ട ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. അതിനുശേഷം ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് പേടിയ. അച്ഛനോട് പോലും ഞാൻ കാര്യം അച്ഛനും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. ശോഭയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ആ നിമിഷം മുതൽ അവളും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. ആ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛ. നീ ഈശ്വരനെ വിശ്വസിക്കുക. ദൈവം ഒരാളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. പോയതിനേക്കാൾ മനോഹരമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അച്ഛനെ നഷ്ടപ്പെടുമെന്ന് കരുതി നീ അച്ഛനെ സ്നേഹിക്കാതിരിക്കരുത്. തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്. ഗംഗാധരൻ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. നീ ഒരു തീരുമാനം അറിയിക്കാത്തത് കൊണ്ട് അയാൾ ശോഭയ്ക്ക് വേണ്ടി ചില ആലോചനകൾ നോക്കുന്നുണ്ട്. പക്ഷേ ശോഭയ്ക്കതറിയില്ല. നാളെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. എന്തായാലും ഉചിതമായ ഒരു തീരുമാനം നേടും. എന്തിനും അച്ഛൻ നിന്റെ കൂടെയുണ്ട്. മോളെ, നീ എങ്ങോട്ടാ? ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാച്ച. വേണ്ട, ഇന്നിനിയിപ്പൊ നീ എങ്ങോട്ടും പോണ്ട. അതെന്താ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അച്ഛ, എനിക്ക് മനസ്സിലായില്ല. ഇന്നേ വരെ എന്റെ മോൾ അച്ഛനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ട കാര്യം അച്ഛനെ സാധിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണോ ഇത്ര വലിയ കാര്യം?
അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എൻ്റെ പ്രാർത്ഥന ദൈവം എപ്പോഴെങ്കിലും കേൾക്കും. അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടാൽ പറ്റില്ല മോളെ. ഇത്രയും നാൾ ഞാനും കാത്തിരുന്നു. ഒരച്ഛനെന്ന നിലയിൽ എനിക്കത് പറ്റില്ല. മോൾ അച്ഛനോട് ക്ഷമിക്കണം. ദിനേശ് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ അവനെ മറന്നേ പറ്റൂ. അച്ഛാ, ഒരു മകൾക്ക് വേണ്ടി അച്ഛനെടുക്കുന്ന തീരുമാനമാണിത്. നീ ഇതനുസരിക്കണം. പറ്റില്ല അച്ഛാ. പറ്റണം. നിന്നെ കാണാൻ ഒരു കൂട്ടര് ഇന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ദിനേശിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല മോളെ. വേണ്ട, ഒരു ഉറപ്പും വേണ്ട. ഞാൻ കാത്തിരുന്നോളാം. കാത്തിരുന്ന് എന്താവാനാ? നിന്നോട് ഒരു തിരി ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്താ ദിനേശ? മാഷേ, അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞാൻ ക്ഷമ ചോദിക്കുക. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ അയാളായിരിക്കും എൻ്റെ ലോകം. അയാൾക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കും. മാഷിനറിയോ, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയത് ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഒരാളെ എങ്ങനെയാ മാഷേ ലിമിറ്റ് വെച്ച് സ്നേഹിക്കുന്നത്? അങ്ങനെ ലിമിറ്റ് വെച്ച് സ്നേഹിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഇടപെടും. അവൾക്ക് ദോഷമായി തോന്നുകയാണ്, അതിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിപ്പിക്കും. ഒടുവിൽ അവൾ പറഞ്ഞു, എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ടെന്ന്. എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയത് എൻ്റെ സ്നേഹക്കൂടുതലും ഉണ്ടാണ്. ഇനിയും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശോഭയെ ഞാൻ സ്വീകരിച്ചാൽ എൻ്റെ സ്നേഹം ശോഭയ്ക്കൊരു ബുദ്ധിമുട്ടായാലോ എന്നുള്ള പേടിയാണ്. ഞാൻ ദിനേശേട്ടൻ്റെ സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നു. അതൊരിക്കലും എനിക്കൊരു ബാധ്യതയാകില്ല. താൻ എന്നെ വിട്ടുപോയില്ലെന്ന് ഉറപ്പല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ? പൊന്നുപോലെ നോക്കോളാം ഞാൻ. വേണു, എന്തായാലും സംഗതി ഏറ്റടോ. അവനെത്തി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂടോ. എന്തായാലും താൻ ഹാപ്പി അല്ലേ? ഒരുപാട് സന്തോഷം.